Hi, very good evening. Welcome to Magic English. അപ്പോൾ നമ്മൾ ഇന്ന് ബേസിക്സ് ആണ്, ഇംഗ്ലീഷിന്റെ ബേസിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. എന്നാൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഉള്ളിലേക്ക് എടുക്കുക. നോട്ട് എഴുതി വെക്കാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നുമില്ല. അഥവാ മറക്കും എന്ന് വെച്ചാൽ മാത്രം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നോട്ട്സ് എഴുതി വെച്ചാൽ മതിയാകും. റെസ്പോണ്ട് ചെയ്യാണ് നമ്മൾക്ക് വേണ്ടത് കേട്ടോ. സോ ലെറ്റ്സ് മൂവ്. റെസ്പോണ്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ആകുന്നു, ആണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈസ് എന്ന് പറയാറുണ്ട്, ആം എന്ന് പറയാറുണ്ട്, ആർ എന്നും പറയാറുണ്ട് അല്ലെ. ഈസ്, ആം, ആർ, ഈ മൂന്ന് ഓക്സിലറി വേർബ്സും യൂസ് ചെയ്യുന്നത് ആണ്, ആകുന്നു എന്ന് പറയാൻ തന്നെയാണല്ലോ. ഓക്കെ, അപ്പോ ഞാൻ ഇന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊഫഷൻ ഇന്നതാണ്. നമുക്ക് നമ്മുടെ പേര് പറയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഐ ആം എന്ന് വെച്ചിട്ട് സംസാരിക്കാം അല്ലേ. അതുപോലെ ഐ യുടെ കൂടെ ആം ആണ് വന്നത്. അതുപോലെ എല്ലാറ്റിൻ്റെയും കൂടെ ആം അല്ല. യു, ദേ, വി ഇവയൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ പ്ലൂരൽ ആണല്ലോ. അതൊക്കെ വരുന്ന സമയത്ത് ആർ ആണ് ഉപയോഗിക്കുന്നത്. അർത്ഥമാകുന്നു എന്നാണെങ്കിലും ആർ എന്നാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈസ് എന്ന് വരുന്നത് ഈസ്, ഐ എസ്, ഈസ് എന്ന് വരുന്നത് ഹി, ഷീ, ഇറ്റ്. അതുപോലെ ഇപ്പോൾ ഒരാളുടെ പേരൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ഷപ്ന എന്നാണെങ്കിൽ ഈസ് ആണ്, ഹി ആണെങ്കിൽ ഈസ് ആണ്. അങ്ങനെ ഈസ്, ആം, ആർ ഇതിന്റെ മൂന്നിന്റെയും അർത്ഥം ആണ്, ആകുന്നു എന്ന് തന്നെയാണ്. എന്നാൽ അത് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ചില ഓക്സിലറി വേർബ്സിന്റെ കൂടെയാണ് അത് മാച്ച് ആവുള്ളൂ. എല്ലാത്തിൻ്റെയും കൂടെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് അതിന് വേണ്ടിയിട്ടൊരു പാട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ആം, യു ആർ, ദേ ആർ, വി ആർ, ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, ഷപ്ന ഈസ്. ഈ ഒരു സ്ട്രക്ചറാണ്. അപ്പൊ അത് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു റൈം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് പാടാറുണ്ടായിരുന്നു. ആരാണ് പുതുതായിട്ട് കണക്റ്റഡ് ആയത് ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ നന്നായിരിക്കും. Can you hear me? Yes, yes. Who is this? I am Saudin here. Hi, sir. How are you? Fine. How are you? Fine, sir. What about? Okay. Thank you. Okay, sir. What are you doing actually? Are you working? No. I have retired. Okay, sir. It is very basic actually. Simply basic. Just I want to know what is going on here. Okay, fine. അപ്പോ ഐ ആം, യു ആർ, ദേ ആർ, വി ആർ, ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, ഷപ്ന ഈസ്. ഇങ്ങനെയാണ്. അപ്പൊ ആ ഒരു സ്ട്രക്ചർ ഏതിന്റെ കൂടെ ഏത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതെങ്ങനെയായിരുന്നേ? ഐ ആം, യു ആർ, ദേ ആർ, വി ആർ, ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, ഷപ്ന ഈസ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു പാട്ട് ഓർമ്മ വരുന്ന സമയത്ത് ഏതിന്റെ കൂടെ ആം, ഈസ്, ആർ എന്നുള്ളത് കണക്റ്റഡ് ആകും. അപ്പൊ ആകുന്നു തന്നെയാണ്. ഐ ആം എ ടീച്ചർ, യു ആർ എ ഡോക്ടർ, ദേ ആർ ഫ്രണ്ട്സ്. അങ്ങനെ വി ആർ എഞ്ചിനീയേഴ്സ്, ഹി ഈസ് എ പൈലറ്റ്, ഷീ ഈസ് എ ഡാൻസർ, ഇറ്റ് ഈസ് എ ഫാൻ, ഷപ്ന ഈസ് എ സിംഗർ. ഇങ്ങനെ നമ്മൾ ഓരോ ഇന്ന ആളാണ്, ഇന്നതാണ്, ആകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈസും ആമും ആറും യൂസ് ചെയ്യുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ആയിരുന്നു എന്നും നമ്മൾക്ക് ഇതുപോലെ പറയാം. ഇതേ ഐ ആം, യു ആർ ഇതൊക്കെ ഉള്ളത് വെച്ചിട്ട് ആ ഈസും ആമും ആറൊക്കെ കണ്ട് മാറ്റി കൊടുത്താൽ എന്താകും? ആയിരുന്നു എന്നാക്കാം. ഈസും അല്ല, ആമും അല്ല, ആറും അല്ല. ആയിരുന്നു എന്ന് പറയാൻ വാസ് ആണ്. WAS, വാസ്, ആയിരുന്നു. ഓക്കെ, വാസ് ആയിരുന്നു. അതുപോലെ വേർ, WERE, വേർ ആയിരുന്നു. വാസ് ആയിരുന്നു എന്നാണ്, വേർ ആയിരുന്നു എന്നാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത് നമ്മൾക്ക് ഒരു പാട്ടായിട്ട് മാറ്റിയാലോ? അടിപൊളിയായിരിക്കില്ലേ? അതായത് ഇതേ സെയിം ട്യൂണല്ല, നമ്മൾ ഈസാം ആറിന് വേണ്ടിയിട്ടുള്ള ട്യൂൺ ഇതായിരുന്നു. ശ്രദ്ധിക്കൂ. ഐ ആം, യു ആർ, ദേ ആർ, വി ആർ, ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, ഷപ്ന ഈസ്. അങ്ങനെയാണ് കൊടുത്തത്. എന്നാൽ
ഇത് ഏതിൻ്റെയൊക്കെ കൂടെയാണ് ആദ്യം വോസ് വരുന്നത്, വേറെ വരുന്നത് നോക്കാം. വോസ് എന്ന് വെച്ചാല് ആയിരുന്നു, WERE വേർ എന്ന് വെച്ചാലും ആയിരുന്നു. ഇതിനുണ്ട് ഇതുപോലെ ഞാൻ ഈസാം ആർ പറഞ്ഞതുപോലെയുള്ള പ്രത്യേകത. അതായത് ചിലതിന്റെ കൂടെ വോസ് ആണ്, ചില പ്രൊനൗൺസിന്റെ കൂടെ അല്ലെങ്കിൽ സബ്ജക്ട്സിന്റെ കൂടെ വേറാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഐ വോസ് ആണ്, ഐ വോസ്. പിന്നെ വരുന്നത് ഹി വോസ് ആണ്, ഷീ വോസ്, ഇറ്റ് വോസ്. ഇപ്പൊ ഷപ്ന ഒരാളാണ്, അതുപോലെ ഒരു പേരാണെങ്കിൽ വോസ് ആണ്. അപ്പൊ എങ്ങനെയൊക്കെ വരും എന്ന് വെച്ചാൽ ഐ വോസ്, ഹി വോസ്, ഷീ വോസ്, ഇറ്റ് വോസ്, ഷപ്ന വോസ്. അങ്ങനെ. പിന്നെ 3 എണ്ണത്തിന്റെ കൂടിയാണ് കാര്യമായിട്ട്, 3 പ്രൊനൗൺസിന്റെ അല്ലെങ്കിൽ 3 സബ്ജക്ട്സിന്റെ കൂടിയാണ് കാര്യമായിട്ട് എന്ത് വരണെന്ന് അറിയോ? വേർ വരണേ, പ്ലൂരലിന്റെ കൂടെ. വേർ എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ്, പക്ഷെ അതൊരു ബഹുവചനമായിട്ട് പരിഗണിക്കുന്നതുകൊണ്ട് യു വേർ ആണ്, ദേ വേർ ആണ്, വി വേർ ആണ്. ക്രമത്തിൽ ഒന്നുകൂടെ പറയാം, എന്നിട്ട് നമുക്ക് പാട്ടിലേക്ക് മൂവ് ചെയ്യാമേ. ഐ വോസ്, ഹി വോസ്, ഷീ വോസ്, ഇറ്റ് വോസ്, ഷപ്ന വോസ്. പിന്നെ യു വേർ, ദേ വേർ, വി വേർ. ഇത് മറക്കാതിരിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. യു ദേവി, യു ദേവിയുടെ കൂടെ മാത്രമേ വേറുള്ളൂ. ബാക്കി എല്ലാ പ്രൊനൗൺസിന്റെ കൂടെയും എന്താണ്? വോസ് ആണ്. അപ്പൊ അത് കണക്റ്റഡ് ആയിക്കോളും. യു ദേവി വേറാണ്. ഓർക്കുക, ഐ വോസ്, ഹി വോസ്, ഷീ വോസ്, ഇറ്റ് വോസ്, ഷപ്ന വോസ്. യു വേർ, ദേ വേർ, വി വേർ. നമുക്ക് പാട്ട് നോക്കാം. I was, he was, she was, it was, Shabna was. You were, they were, we were. അങ്ങനെ. I was, he was, she was, it was, Shabna was. ഇന്നലെയും പറഞ്ഞ ഇങ്ങനെ. ഹലോ, ഇവിടെ പറഞ്ഞതാണോ? Okay, okay. I was, he was, she was, it was, Shabna was. You were, they were, we were. അതായത് അയ്യു ദേവിയുടെ കൂടെയാണ് സാധാരണയൊക്കെ നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഇവിടെ വോസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഐ, ഹി, ഷീ, ഇറ്റ്, ഷപ്ന, ഇത്രയും പ്രൊനൗൺസിന്റെ കൂടെ വോസ് ആണ്. എന്നാൽ യു, ദേ, വി ഇവയുടെ കൂടെ വേറാണ്. അപ്പോ ഈസ്, ആം, ആർ ആകുന്നു, വാസ്, വേർ ആയിരുന്നു. ഇത് നിങ്ങൾക്ക് കണക്റ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. എനിബഡി റെഡി ഫോർ റെസ്പോണ്ടിങ്? കണക്ട് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ഇങ്ങടേക്ക് മിണ്ടിയാൽ കുറച്ചുകൂടെ നന്നാവും. ഓക്കെ, നമുക്ക് സമയം കളയാനില്ല. കണക്റ്റഡ് ആവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മുറയ്ക്ക് റെസ്പോണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. ദെൻ ആണ്, ആയിരുന്നു നമ്മൾ പറഞ്ഞു. പിന്നെ നമുക്ക് അറിയേണ്ടത് എന്താ? ആകും, അല്ലേ? ഫ്യൂച്ചർ. ആണെന്ന് പറഞ്ഞാൽ ഇപ്പോ ഞാൻ ഇന്നതാണ്, ഐ എം എ ടീച്ചർ, യു ആർ എ സ്റ്റുഡൻറ് എന്നൊക്കെ പറഞ്ഞത് മാതിരി. ഇനി ആയിരുന്നു എന്നുള്ളതിന്റെ കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം, എന്നിട്ട് നമുക്ക് ആകും എന്നുള്ളത് എന്താണെന്നും കൂടെ കണക്റ്റഡ് ആകാൻ ശ്രമിക്കാം. അപ്പൊ ഇങ്ങനെയാണ്. ആയിരുന്നു എന്നുള്ളതിന് വോസ് വേറാണെന്ന് പറഞ്ഞു. അപ്പോ ഏതിൻ്റെ എല്ലാം കൂടെ എന്നും പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അതുകൊണ്ടൊരു പാട്ടൊക്കെ പാടി നോക്കി. ഫൈൻ. അതിനുശേഷം കുറച്ച് എക്സാമ്പിൾസ് നോക്കാമേ. ഐ വാസ് എ ടീച്ചർ എന്ന് വെച്ചാൽ ഞാനൊരു ടീച്ചർ ആയിരുന്നു, ഇപ്പൊ അല്ല എന്നുള്ളൊരു അർത്ഥവും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ആ ഒരു ധ്വനി വരണുണ്ട്. ഐ വാസ് എ ടീച്ചർ. പിന്നെ ഞാൻ പറഞ്ഞു ഏതിൻ്റെ എല്ലാം കൂടെ? ഐ, ഹി, ഷീ, ഇറ്റ്, ഷപ്ന, ഇത്രയും കൂടെ ഇതിന്റെ എല്ലാം കൂടെ വാസ് ആണ്. അപ്പൊ അതിന്റെയൊക്കെ എക്സാമ്പിൾസ് നോക്കാം. ഐ വാസ് എ ടീച്ചർ, ഹി വാസ് എ ഫ്രണ്ട്, അവനൊരു സുഹൃത്തായിരുന്നു. ഷീ വാസ് എ റീഡർ, അവൾ നല്ലൊരു വായനക്കാരി ആയിരുന്നു. ഇറ്റ് വാസ് എന്താ പറയുന്നത്? ഇറ്റ് വാസ് ഇറ്റ് എന്ന് പറയുമ്പോൾ ഇത് അത് എന്നാണല്ലോ. അപ്പൊ മനുഷ്യരെ അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെ? വസ്തുക്കളാവാം, എന്നിരുന്നാലും, അല്ലെങ്കിൽ ജീവികളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇറ്റ് വെച്ചിട്ട് പറയാൻ തോന്നണം. മനുഷ്യരെ എന്തായാലും ഇറ്റ് വെച്ച് പറയത്തില്ലല്ലോ. അപ്പൊ ഇറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് എ ടോയ് എന്ന് പറയാൻ തോന്നും. അതൊരു കളിപ്പാട്ടമായിരുന്നു. ഇറ്റ് വാസ് എ ടോയ്. അങ്ങനെ. അപ്പോൾ ഐ വാസ് എ ടീച്ചർ, he was a student, she was a dancer, it was a fan. അങ്ങനെയൊക്കെ നമുക്ക് മാറ്റി തിരിച്ചൊക്കെ പറയാം. ഇനി വാസ് അവിടെ തീർന്നു. പിന്നെ എന്തിലേക്കാ വരുന്നത്? യു ദേവിയുടെ കൂടെ വേറാണ്. യു വേർ,
they were, we were. അങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. സോ യു വേർ ആകുന്ന സമയത്ത് യു വേർ, യു എന്നുള്ളതിന് രണ്ടർത്ഥം ഉണ്ട് കേട്ടോ. നീ എന്ന് പറയാനും, അതായത് ഒരാളെ ചൂണ്ടി നമുക്ക് നീ എന്ന് പറയാം അല്ലെ. അതുപോലെ നിങ്ങൾ, കുറച്ച് ബഹുമാനാർത്ഥം നമുക്ക് ഒരാളെ യു എന്ന് വെച്ച് പറയാം. ഇനി ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് യു വെച്ച് പറയാം, നിങ്ങൾ എന്ന് അല്ലെ. അപ്പോൾ യു എന്നുള്ളതിനെ നമ്മൾ പ്ലൂറൽ കോൺസെപ്റ്റിൽ ഉപയോഗിക്കാറുണ്ട്, സിംഗുലർ കോൺസെപ്റ്റിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ യു നമുക്ക് കിടക്കട്ടെ, യുടെ കൂടെ വേർ, വോസ് ആക്കണ്ട, വേർ തന്നെയാണ്, യു വേർ എന്നാണ് അതുകൊണ്ട് പറയുന്നത്. അതിനെ പ്ലൂറൽ ആയിട്ട് പരിഗണിക്കുന്നത് ഇന്ന കാരണം കൊണ്ടാണ്. നീ എന്ന് പറയാനും നിങ്ങൾ എന്ന് പറയാനും ഇംഗ്ലീഷിൽ യു ആണ്. സോ യു വേർ ആണ്. എക്സാമ്പിൾ നോക്കാം. യു വേർ ഒന്നിൽ കൂടുതൽ എന്തായാലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യു വേർ പൈലറ്റ്സ്, നിങ്ങൾ ആരായിരുന്നു? പൈലറ്റ്സ് ആയിരുന്നു. അതുപോലെ ദേ വേർ പ്ലേയേഴ്സ്, അവർ കളിക്കാരായിരുന്നു. ഒന്നിൽ കൂടുതൽ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് യെസ് ഇട്ട് കൊടുക്കുന്നത്. ദെൻ വി വേർ ഡിസൈനേഴ്സ്, അവർ ഞങ്ങൾ ഡിസൈനേഴ്സ് ആയിരുന്നു. യു, ദേ, വി, ഇത്രയും. നമ്മള് ഈസ്, ആം, ആർ, വോസ്, വേർ എന്നിവയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഓക്കെ ഫൈൻ. സോ ആകും, ആണ്, ഈസ്, ആം, ആർ, ആയിരുന്നു, വാസ്, വേർ, ആകും. ആകും എന്നുള്ളതിന് എന്തായിരിക്കാം പറയേണ്ടത്? അതൊന്ന് ഗസ് ചെയ്തോളൂ. ആകും, ആണെന്ന് നമ്മൾ പറയുന്നത് ഇപ്പൊ ആണ് എന്നുള്ള അർത്ഥത്തിലാണ്, ആകുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ആയിരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ, ഭൂതകാലാണ്, പാസ്റ്റ് ടെൻസ് ആണ്. ആകും എന്ന് പറയുന്നത് എന്തായാലും ഫ്യൂച്ചർ ആണ്. അപ്പൊ ആകും, ആകും എന്നുള്ളതിന് എന്തായിരിക്കാം പറയേണ്ടത്? ക്യാൻ യു ഗസ്, എനിബഡി? ഓക്കെ, ഐ ടെൽ യു. വിൽ എന്ന് പറഞ്ഞാൽ ഒരു എന്നുള്ള അർത്ഥം വരും. ഇപ്പൊ ആലോചിച്ച് നോക്കൂ. ഐ വിൽ ഗോ, ഞാൻ പോകും അല്ലെ. ഐ വിൽ സ്റ്റഡി, ഞാൻ പഠിക്കും. യു വിൽ ഗോ, നീ പോകും. യു വിൽ ഇൻവൈറ്റ്, നീ ക്ഷണിക്കും. അങ്ങനെയൊക്കെ ഒരു എന്നുള്ള അർത്ഥത്തിലാണ് വരണത്. എന്നാൽ ആകും എന്നുള്ളത് വരാൻ വേണ്ടിയിട്ട് എന്താ? ഈസ്, ആം, ആറിനെ എല്ലാം കൂടെ ഒറ്റൊരു കുടക്കീഴിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ ബി എന്ന് പറയാറുണ്ട്. ബി അറിയുന്നുണ്ടാകും. ഈസിനെയും ആമിനെയും ആറിനെയും എല്ലാം കൂടെ നമ്മൾ അതിനകത്ത് പിടിച്ചു കെട്ടിയേക്കുവാണ്. ബി എന്ന് വെച്ചാൽ ആവുക എന്നാണ്. അപ്പൊ അതിനെ ആയി എന്നാക്കുന്ന ബിയുടെ പാസ്റ്റ് പ്രസന്റ് ഫോമാണ് ഈസ്, ആം, ആർ. ബി എന്നുള്ളതിന്റെ പ്രസന്റ് ടെൻസ് ഫോമാണ് ഈസ്, ആം, ആർ. അതിന്റെ പാസ്റ്റ് ഫോമാണ് വോസ്, വേർ. അതിന്റെ ഫ്യൂച്ചർ ഫോം എന്തായിരിക്കും? അപ്പോ ആകും എന്ന് പറയുമ്പോൾ വിൽ എന്തായാലും ഉണ്ട്, ഫ്യൂച്ചർ ആകണമെങ്കിൽ വിൽ ബി എന്നാണ്. ഓക്കെ, വിൽ ബി. അപ്പൊ ഞാൻ ആകും എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വിൽ ബി ആണ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയായിരുന്നു. ഈസ്, ആം, ആർ ആണ്. വാസ്, വേർ ആയിരുന്നു. വിൽ ബി ആകും. ഓക്കെ, വിൽ ബി, WILLLBE, വിൽ ബി ആകും. അപ്പൊ അതും ഈ കുറച്ച് എക്സാമ്പിൾസ് ഞാനൊന്ന് പറയാം. ഐ വിൽ ബി എ ടീച്ചർ, ഞാനൊരു ടീച്ചർ ആകും. ആയിട്ടില്ല, ആകും എന്നുള്ളത് ഗസിയാണ് നമ്മള് ഫ്യൂച്ചറിലേക്ക്. യു വിൽ ബി എ പോലീസ് ഇൻസ്പെക്ടർ, നീ ഒരു പോലീസ് ഇൻസ്പെക്ടർ ആകും. ദേ വിൽ ബി, അവർ എന്നാണല്ലോ, അപ്പൊ എന്തായിരിക്കും? ദേ വിൽ ബി സിംഗേഴ്സ് അല്ലെ. ദേ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആയതുകൊണ്ട് തന്നെ അവർ എന്നാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് സിംഗർ എന്ന് പറഞ്ഞാൽ പോരാ. എന്ത് പറയണം? ദേ വിൽ ബി സിംഗേഴ്സ്, അവർ ഗായകരാകും. വി വിൽ ബി ഫ്രണ്ട്സ്, നമ്മൾ സുഹൃത്തുക്കളാകും. കണ്ടോ, ആകും, ആവും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിൽ ബി യൂസ് ചെയ്യുന്നത്. അപ്പോ ഹി വിൽ ബി റൈറ്റർ, ഹി വിൽ ബി എ റൈറ്റർ, അവൻ ഒരു എഴുത്തുകാരൻ ആകും. ഹി എന്നുള്ളതിന് അവന് എന്ന് പറയാനും വേണ്ടിയിട്ടും അദ്ദേഹം, മുതിർന്ന ഒരാളെ പരാമർശിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹി തന്നെയാണ് ഉപയോഗിക്കുക കേട്ടോ. ഹി വിൽ ബി ആൻ ഇൻസ്പെക്ടർ, ഇപ്പൊ വവൽസ് വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ആൻ ഇൻസ്പെക്ടർ, ഹി വിൽ ബി ആൻ ഇൻസ്പെക്ടർ അങ്ങനെ പറയാം. പിന്നെ ഷീ ആണെങ്കിൽ ഷീ വിൽ ബി എന്താ പറയുന്നത്? ഷീ വിൽ ബി എ സ്വിമ്മർ, അവൾ ഒരു നീന്തൽക്കാരിയാകും. ഷീ വിൽ ബി എ സ്വിമ്മർ. ഇനി അടുത്തത് ഇറ്റ് വിൽ ബി. ഇറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇത് എന്ന് പറയാനും അത് എന്ന് പറയാനും നമ്മൾ ഇറ്റ് ഉപയോഗിക്കും. മനുഷ്യരായിരിക്കില്ല,
ഇറ്റ് വിൽ ബി എ മെഷീൻ, അതൊരു മെഷീൻ ആകും. ഓക്കെ. ഷപ്ന വിൽ ബി എ ട്രെയിനർ, ഷപ്ന ഒരു ട്രെയിനർ ആകും. അങ്ങനെ. അപ്പോ ആകും എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ നേരത്തെ ഈസും ആമും ആറും പറഞ്ഞ സമയത്ത് ഓരോന്നിന്റെ കൂടെ ഓരോന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ചിലതിന്റെ കൂടെ ഈസാണ്, ചിലതിന് ആമാണ്, ചിലതിന് ആറാണ്. ഈ വോസിന്റെ വേറിന്റെ കാര്യത്തിലും അതുണ്ടായിരുന്നു. വോസ് ചിലതിന്റെ കൂടെ വോസ് ആണ്, ചിലതിന്റെ കൂടെ വേറാണ്. പക്ഷേ വിൽ ബി വന്നാൽ എല്ലാറ്റിന്റെയും കൂടെ തന്നെയാണ്. ഓക്കെ. സോ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. സിംഗുലർ ആണോ പ്ലൂരൽ ആണോ, എന്താ ചേർക്കുക, ഐയുടെ കൂടെ എന്താ, ഹീയുടെ കൂടെ എന്താ, വിയുടെ കൂടെ എന്താ, അങ്ങനെയൊന്നുമില്ല. എല്ലാറ്റിന്റെയും കൂടെ എന്താ സെയിം. അപ്പൊ നമ്മള് എക്സാമ്പിൾ പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരൊറ്റ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഐ വിൽ ബി എ ടീച്ചർ, യു വിൽ ബി എ ടീച്ചർ, ദേ വിൽ ബി എ ടീച്ചർ, വി വിൽ ബി എ ടീച്ചർ. സോറി, അങ്ങനെ പറ്റുമോ? ഐ യു ദേ എന്നാണല്ലോ അല്ലെ. ഐ വിൽ ബി എ ടീച്ചർ, അതൊക്കെ ഫൈൻ, ഒന്നാണ്. യു വിൽ ബി എ ടീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണെങ്കിൽ ഒരാളോട് പറയുകയാണെങ്കിൽ നമുക്ക് യു വിൽ ബി എ ടീച്ചർ അങ്ങനെ പറയാം. ഒന്നിൽ കൂടുതൽ ടീച്ചേഴ്സിനോട് നമ്മൾക്ക് അങ്ങനെ പറയാലോ. അപ്പൊ യു വിൽ ബി ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മതി. ദേ വിൽ ബി ടീച്ചേഴ്സ്, വി വിൽ ബി ടീച്ചേഴ്സ് അങ്ങനെ പറയാം. പിന്നെ ഹി വിൽ ബി എ ടീച്ചർ, ഷീ വിൽ ബി എ ടീച്ചർ, ഇറ്റ് വിൽ ബി എ ടീച്ചർ എന്ന് വേണോ? വേണ്ട, ടീച്ചറാകാൻ പറ്റത്തില്ല അല്ലെ. ഇറ്റ് വിൽ ബി എന്താ പറയുന്നത്, ഇറ്റ് വിൽ ബി എ മെഷീൻ എന്ന് തന്നെ ആവട്ടെ. ഇറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ. പിന്നെ ഷപ്ന ആകുന്ന സമയത്ത് ഷപ്ന വിൽ ബി എ ടീച്ചർ. ഇത്രയല്ലോ. ഈ വിൽ ബി വെച്ചിട്ട് ഞാൻ പാട്ടൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നോക്കാം. ആർക്കെങ്കിലും പുതിയ ട്യൂണൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ. ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ക്രിയേറ്റീവായിട്ടും ഐഡിയ കിട്ടും. അതോടൊപ്പം ഗ്രാമർ അറിയാണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങും. ഓക്കെ. ഐ ആം, യു ആർ, ദേ ആർ, വി ആർ, he is, she is, it is, ഷപ്ന is. അപ്പോ ഐ ആം ആണ്, യു ആർ ആണ്, ദേ ആർ ആണ്, വി ആർ ആണ്, ഹി ഈസ് ആണ്, ഷീ ഈസ് ആണ്, ഇറ്റ് ഈസ് ആണ്, ഷപ്ന ഈസ് ആണ്. ക്ലിയർ ആണ്. ഇനി വോസിന്റെയും വേറിന്റെ ആയപ്പോ ഞാൻ പറഞ്ഞിരുന്നു ഐ, ഹി, ഷീ, ഇറ്റ്, ഷപ്ന ഇത്രയും വോസ് ആണ്. യു, ദേവി വേറാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ട്യൂണ്? I was, he was, she was, it was, Shapna was, you were, they were, we were. അങ്ങനെയായിരുന്നു. ഇനി വിൽ ബി വെച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും ഇതൊന്നും അല്ലാത്ത എന്തെങ്കിലും ഒരു ട്യൂൺ, അതൊരു ഹോംവർക്ക് ആയിട്ട് കിടക്കട്ടെ. എൻ്റെ മൈൻഡിലും ഒരു ട്യൂൺ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. സോ ഇതെല്ലാം നമുക്ക് നോട്ട് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും കൂടെ ഒന്ന് നോക്കാമേ. ശ്രദ്ധിച്ചോളൂ. ഐ ആം എന്നുള്ളത് ഞാനാകുന്നു. ഐ ആം നോട്ട്, ഞാനല്ല. അപ്പൊ ഐ ആമിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ഐ ആം നോട്ട്, യു ആർ നോട്ട്, ദേ ആർ നോട്ട്, വി ആർ നോട്ട്, ഞങ്ങളല്ല. അങ്ങനെ 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 പറയാം. ഹി ഈസ് നോട്ട്, ഷീ ഈസ് നോട്ട്, ഇറ്റ് ഈസ് നോട്ട്, ഷപ്ന ഈസ് നോട്ട്. അതുപോലെ ഐ വാസ് നോട്ട്, ഹി വാസ് നോട്ട്, ഷീ വാസ് നോട്ട്, ഇറ്റ് വാസ് നോട്ട്, ഷപ്ന വാസ് നോട്ട്, യു വേർ നോട്ട്, they were not, we were not. അങ്ങനെ വരും. ഇനി ഇപ്പുറത്തേക്ക് നോക്കാം. വിൽ ബിയുടെ കൂട്ടത്തിൽ നോട്ട് വരുമ്പോ എങ്ങനെയാ? ഒരു കാര്യം ശ്രദ്ധിക്കുക. വിൽ എന്ന് പറയുന്നത് ഒരു ഓക്സിലറി ആണ്, സഹായക ക്രിയയാണ്. ബി എന്ന് പറയുന്നത് ഒരു സഹായക ക്രിയയാണ്. രണ്ടും കൂടെ ഒപ്പം കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റില്ല. നോട്ട് നമ്മൾ ഇടയിൽ കൂടെ ഫിക്സ് ചെയ്യണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. വിൽ ബി നോട്ട് പറയാൻ പറ്റത്തില്ല, വിൽ നോട്ട് ബി എന്നാണ് പറയുക. വിൽ നോട്ട് ബി സെന്ററിൽ കൊണ്ടുപോയിട്ട് നോട്ട് ഫിക്സ് ചെയ്യണം. അതായത് ഏതെങ്കിലും രണ്ട് ഓക്സിലറി വേർബ്സ് ഒരുമിച്ച് വന്നാലുണ്ടല്ലോ, അതിന്റെ സെന്ററിലാണ് നമ്മൾ നോട്ടൊക്കെ ഫിക്സ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ, അടുപ്പിച്ച് ക്വസ്റ്റ്യൻ ഇടാൻ പാടില്ല. അത് നമുക്ക് നോക്കാം. ഇപ്പോൾ വിൽ നോട്ട് ബി എന്നാണ് പറയേണ്ടത് എന്ന് പറഞ്ഞു. ഐ വിൽ നോട്ട് ബി എ ടീച്ചർ, യു വിൽ നോട്ട് ബി എ ടീച്ചർ, അങ്ങനെ പറ്റത്തുള്ളൂ. വിൽ ബി നോട്ട് അല്ല, വിൽ നോട്ട് ബി. ഇനി അത് കുറച്ചും കൂടെ നമുക്ക് ഷോർട്ടൻ ചെയ്യാം. വിൽ നോട്ടിന്റെ കോൺട്രാക്ഷൻ എങ്ങനെയാണ്? അതിന്റെ ചുരുക്കരൂപം വോണ്ട് ആണ്, WON'. അപ്പൊ അതിനേക്കാൾ ഈസിയായി വോണ്ട്. വിൽ നോട്ട് ആണ്, വോണ്ട് സെയിം ആണ്. അത് നമ്മൾ ചുരുക്കി പറയുന്നേ ഉള്ളൂ. ഐ വോണ്ട് ബി എ ടീച്ചർ, ഐ വോണ്ട് ബി എ ടീച്ചർ. അപ്പൊ ഇത്ര കൺഫ്യൂഷൻ ഉണ്ടാവില്ല അല്ലെ. ഐ വോണ്ട് ബി, ഐ വോണ്ട് ബി, അത് വാണ്ട് അല്ല, WANT അല്ല. അങ്ങനെ പറയുമ്പോൾ അർത്ഥം മാറും. വോണ്ട് എന്ന്
ഒരെണ്ണം ആവശ്യമാണല്ലോ. ഇത് വോണ്ട് ആണ്, വിൽ നോട്ടിന്റെ ചുരുക്കം. വോണ്ട്, WON''T. ഐ വോണ്ട് ബി എ ടീച്ചർ. ഞാനൊരു ടീച്ചർ ആകില്ല. എനിക്ക് ആവണ്ടെന്നല്ല, ആവില്ല, ഒരു ചാൻസ് ഇല്ല. ഐ വോണ്ട് ബി എ ടീച്ചർ. ഐ വോണ്ട് ബി എ തീഫ്. ഞാനൊരു കള്ളനാവില്ല അല്ലെ. ഐ വോണ്ട് ബി എ സസ്പെക്ട്. ഞാനൊരു എന്താ പറയുന്നത്, കുറ്റാരോപിതനാവില്ല, അല്ലെങ്കിൽ ഒരു സംശയാലു ആവില്ല, അങ്ങനെയൊക്കെ പറയത്തില്ലേ. ഐ വോണ്ട് ബി എ കൾപ്രിറ്റ്. ഞാനൊരു കുറ്റവാളി ആവില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെ. സോ വോണ്ട് എന്നുള്ളത് വിൽ നോട്ടിന്റെ ആണ്. ശ്രദ്ധിക്കുക, ഇപ്പൊ വില്ലിന്റെയും ബിയുടെയും കാര്യം മാത്രമല്ല, ഏത് ഓക്സിലറി വേർബ്സ് അടുപ്പിച്ച് വന്നാലും നമ്മൾ ആദ്യത്തെ ഓക്സിലറി കഴിഞ്ഞിട്ട് നോട്ട് ഇടണം, എന്നിട്ടേ നമ്മൾക്ക് അടുത്ത രണ്ടാമത്തെ ഓക്സിലറി ചേർക്കാൻ പറ്റുള്ളൂ. രണ്ടും കൂടെ ഒരുമിച്ച് വരരുത്. അത് വിൽ ബി എന്ന് വെക്കുമ്പോൾ ഒരുമിച്ചാകുമ്പോൾ കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ ആക്കുമ്പോഴും നോട്ട് ചേർക്കുമ്പോഴാണ് ഈ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. കൂടുതൽ എക്സാമ്പിൾസ് ഇങ്ങനെ പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഐ ആം നോട്ട്, യു ആർ നോട്ട് എന്ന് പറഞ്ഞത് മാതിരി യു വേർ നോട്ട്, അതുപോലെ ദേ വേർ നോട്ട്, വി വേർ നോട്ട്, അങ്ങനെയൊക്കെ തന്നെയാണ്. നോട്ട് എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് കൺവീനിയൻസ് എങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയാം. ഉണ്ട്, N''T. എഴുതുമ്പോൾ അങ്ങനെയാണ്. നോട്ടിന്റെ ഓ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്നിന്റെ മേലൊരു കോമ പോലെ ഇടും. അപ്പോസ്ട്രോഫി എന്നാണ് അതിന് പറയുന്നത്. നോട്ടിന്റെ ചുരുക്ക രൂപമാണ് ഉണ്ട്. അപ്പോ ഐ ആമൻഡ്, ആറിൻഡ്, you aren't, they aren't, we aren't, he isn't, she isn't, it isn't, ഷപ്ന isn't. അല്ല എന്ന് പറയാനാണ് കേട്ടോ. നെഗറ്റീവ് നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പറ്റില്ലല്ലോ, ചിലപ്പോൾ നമുക്ക് അല്ല എന്നും പറയേണ്ടി വരുമല്ലോ, അതിനങ്ങനെയാ. ഇനി നെക്സ്റ്റ് നോക്കൂ. ഐ wasn't, he wasn't, she wasn't, it wasn't, ഷപ്ന wasn't. അതുപോലെ you weren't, they weren't, we weren't. അങ്ങനെ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. നോട്ട് വേണമെങ്കിൽ പറയാം, അതിന്റെ ചുരുക്കരൂപമാണ് ഉണ്ട്, അങ്ങനെയും പറയാം. ഇനി വോണ്ട് എളുപ്പമാണല്ലോ, അത് നമ്മൾ ഓൾറെഡി കോൺട്രാക്ഷൻ ഇട്ടു. വിൽ നോട്ടാണ് നമ്മൾ എന്താക്കിയത്, വോണ്ട് ആക്കിയത്. വിൽ ബി എന്നുള്ളത് അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. നോട്ട് ചേർക്കുമ്പോഴാണ് ഈ ഒരു പ്രത്യേകത വരുന്നത്. ഐ വോണ്ട് ബി എ ടീച്ചർ, യു വോണ്ട് ബി എ ടീച്ചർ, അങ്ങനെ പോകും. ഐ വോണ്ട് ബി, യു വോണ്ട് ബി, we won't be, they won't be, he won't be, she won't be, it won't be, ഷപ്ന won't be. അതിനുശേഷം എന്താണോ ചേർക്കേണ്ടത് അത് ചേർക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻ ആകുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ക്വസ്റ്റ്യൻ ആകുമ്പോൾ ക്യാൻ യു ഗസ്, എനിബഡി? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാൻ റെഡിനെസ് ഉണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് വന്നാൽ വളരെ നന്നാകും. ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ, ഐ ടെൽ യു. റെസ്പോൺസ് കിട്ടാൻ വൈകുമ്പോൾ ഇങ്ങനെ ഒത്തിരി യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും, ഒരുപാട് ലാഗ് വന്നാൽ. സോ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതാണ് നല്ലത്. ക്ലാസ് ഏതെങ്കിലും ഒരു ഒരു സൺഡേ വന്നിട്ടില്ല എന്നല്ലെങ്കിൽ ഇല്ലെങ്കിൽ എൻക്വയറി ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഉള്ള ക്ലാസ്സുകളിൽ കണക്റ്റഡ് ആകാൻ എല്ലാവരും ഇല്ല. യൂട്യൂബിൽ മാത്രം വാച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അത് എനിക്ക് സപ്പോർട്ടീവാണ്, തീർച്ചയായിട്ടും സന്തോഷമേ ഉള്ളൂ നിങ്ങളത് കാണുന്നതിൽ. പക്ഷെ അതോടൊപ്പം സൂമിലും കൂടെ കണക്റ്റഡ് ആകുമ്പോഴാണ് നമുക്ക് ക്ലാസ് ഇന്ററാക്റ്റീവ് ആവുക. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരാൾ പറയുന്നു, അതൊരു സുഖമുള്ള പരിപാടിയല്ലല്ലോ. സോ ഇന്ററാക്ഷൻ ഇസ് വെരി എസെൻഷ്യൽ ഫോർ ദ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കേട്ടോണ്ടിരിക്കും അല്ലെ. കേൾക്കണതിനൊന്നും ഇവിടെ കുറവില്ല. അതിന് ഒരുപാട് ചാനൽസ് ഉണ്ട്, ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഒത്തിരി പ്ലാറ്റ്ഫോംസ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുണ്ട്. കേട്ടോണ്ടിരുന്നാൽ അങ്ങനെ കേട്ടോണ്ടിരിക്കും, നമുക്ക് അറിയാത്ത കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ലിസ്ണിങ് സ്കില്ല് കൂടിയിട്ടുണ്ടാകും, അണ്ടർസ്റ്റാൻഡിങ് സ്കില്ല് കൂടിയിട്ടുണ്ടാവും അല്ലേ. പക്ഷേ റീഡിങ്ങും റൈറ്റിംഗും ഒക്കെ ഓൾറെഡി ഉണ്ട് പലർക്കും, മിക്കവാറും പേർക്കും ഉണ്ട്. ഇല്ലാത്ത സ്കില്ല് എന്താണ്? ലിസണിങ് സ്കില്ല് ശകലം കുറവുണ്ടാകും. മൊത്തത്തിൽ ഇംഗ്ലീഷ് പറയുവാണെങ്കിൽ കുറച്ച് ലിസണിങ് സ്കില്ല് കുറവുള്ളവരുണ്ടാവും. ഇനിയിപ്പോൾ അതുണ്ടെങ്കിലും അതുള്ളവർക്ക് പോലും ലിസണിങ് ഉണ്ട്, റീഡിംഗ് ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടും സ്പീക്കിംഗ് എന്തുകൊണ്ടില്ല? സംസാരിക്കില്ല, വേറെ ഒന്നുമില്ല. ഓക്കെ, സംസാരിക്കുമ്പോൾ എന്താ തെറ്റും? ഒരു കുഞ്ഞുവാവ എണീറ്റ് ഉടനെ എന്താ പറയുന്ന, പ്രസവിച്ച ഒരു കുട്ടി പെട്ടെന്ന് എടിപിടിന്ന് എണീറ്റ് നടക്കും, ഓടോ ചാടോ? ഇല്ലല്ലോ. പതിയെ എണീക്കും, ഇരിക്കും, വീഴും അല്ലെ. അതൊരു സ്റ്റെപ്പാണ്, ഒരു ഗ്രാജുവൽ പ്രോസസ് ആണ്. അതൊക്കെ വേണം, തെറ്റണം, തിരുത്താൻ. ആസ് എ മെന്റർ ഐ എം ഹിയർ. നിങ്ങൾ കണക്റ്റഡ് ആകാൻ ശ്രദ്ധിക്കുക, എങ്കിൽ മാത്രമാണ് എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് പോവാൻ ഒരു ഇൻട്രസ്റ്റും കാണത്തുള്ളൂ. യൂസ്ഫുൾ ആകുന്നവർക്ക് നിങ്ങൾ എത്തിക്കുക. ഞാൻ 1-2 വീക്കിലൊക്കെ കണക്റ്റഡ് ആകാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ. കഴിഞ്ഞ ആഴ്ച എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല.
ആ സമയത്തൊക്കെ ഭയങ്കര എൻക്വയറി ആയിരുന്നു. എനിക്ക് വോയിസ് ചാറ്റും കോളും മെസ്സേജും ക്ലാസ് ഇല്ലേ ആ ഒരു ആവേശം ഇല്ല. ഉള്ള സമയത്തും കൂടെ നിങ്ങൾ അതൊന്ന് കണക്റ്റഡ് ആകാൻ ശ്രദ്ധിക്കുക. പിന്നെ കൺസിസ്റ്റന്റ് ആകാൻ ശ്രദ്ധിക്കുക. ചില ആഴ്ചകളിൽ കണക്റ്റഡ് ആവുക, ചില ആഴ്ചകളിൽ കണക്റ്റഡ് ആകാതിരിക്കുക. അതുകൊണ്ട് ഒരു യൂസും ഇല്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ലാംഗ്വേജ് നമ്മൾ പഠിക്കണം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് അതിനോട് ഒരു കീപ്പ് ഇൻ ടച്ച് എന്ന് പറയുന്നത് അതായിട്ട് ഒരു ബന്ധമാണ്. അതില്ലാണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു വൺസ് ഇൻ വീക്ക് നടത്തുന്ന സൺഡേ സെഷൻ 7:30 സൂം സെഷനിൽ കണക്റ്റഡ് ആവാം. സോ നിങ്ങൾക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ബേസിക്സ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ട് ക്ലിക്ക് ആയിക്കോളും. എന്നിട്ട് പതിയെ നമുക്ക് ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ച് തുടങ്ങണ്ടേ? സോ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. നമ്മളിപ്പോ ഈസ്, ആം, ആർ ആണ്, ആകുന്നു, വാസ്, വേർ ആയിരുന്നു, വിൽ ബി ആകും. ഇവയാണ് പറഞ്ഞ് അതിന്റെ എല്ലാം നെഗറ്റീവ് സെന്റൻസസ് വരുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അതും പറഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ കൂടെ നോട്ട് ചേർത്താൽ മതി. കോൺട്രാക്ഷൻ ആയിട്ട് നമ്മൾ ചുരുക്കരൂപമാണെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇനി രണ്ട് ഓക്സിലറീസ് അടുപ്പിച്ച് വന്നാൽ, വില്ലും ബിയും അടുപ്പിച്ച് വന്നാൽ അതിനകത്ത് നോട്ട് ഫിക്സ് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞേ? ഇടയിൽ മാത്രമേ ചേർക്കാൻ പറ്റത്തുള്ളൂ. വിൽ ബി നോട്ട് അല്ല, വിൽ നോട്ട് ബി ആണ്. അത് ശ്രദ്ധിക്കുക. അത് ഇച്ചിരിയും കൂടെ ഈസി ആകാൻ വോണ്ട് ബി എന്ന് നമുക്ക് ചുരുക്കി പറയാം എന്ന് പറഞ്ഞു. വിൽ ബിയുടെ കേസ് മാത്രമല്ല, ഏതൊരു ഓക്സിലറി വെർബ്സും രണ്ടെണ്ണം അടുപ്പിച്ച് വന്നാൽ നമുക്ക് ഇതുമാതിരി നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നോട്ട് സെന്ററിൽ ഇടണം. എന്നിട്ട് അടുത്ത ഭാഗമായിട്ട്, അതായത് ഫസ്റ്റ് ഒരു ഓക്സിലറി ഇടുന്നു, രണ്ടാമത് നോട്ട് ഇടുന്നു, മൂന്നാമത് വേണം എന്തിടാൻ? അടുത്ത ഓക്സിലറി ഇടാൻ. ചേർന്ന് വരാൻ പാടില്ല, നോട്ട് വരുമ്പോൾ മാത്രം. കേട്ടോ? ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കണം ചോദ്യം ഉണ്ടാക്കുമ്പോഴും. ചോദ്യം കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. കണക്റ്റഡ് ആവാത്തവർക്ക് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയിട്ട് ക്ലാസ് കേൾക്കാം, മനസ്സിലാക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലി മെസ്സേജ് ചെയ്ത് മനസ്സിലാക്കാം. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് അതാത് ദിവസത്തെ ലൈവ് സെഷനിൽ കണക്റ്റഡ് ആവുക എന്നത് തന്നെയാണ്. സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി, യൂട്ടിലൈസ് ഇറ്റ്. ഓക്കെ, എനിക്ക് പറയാനേ പറ്റത്തുള്ളൂ, നിങ്ങളാണ് കണക്റ്റഡ് ആകേണ്ടത്. ലാസ്റ്റ് നമുക്കിതൊരു ക്വസ്റ്റ്യൻ ആക്കി നോക്കുമ്പോൾ എങ്ങനെയാണെന്നും കൂടെ നോക്കാം. എങ്ങനെയാ വെച്ചാൽ, ഐ ആം എ ടീച്ചർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ഐ എം നോട്ട് എ ടീച്ചർ, ഞാനൊരു ടീച്ചർ അല്ല. പോസിറ്റീവായി നെഗറ്റീവായി ചോദ്യമാക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാമേ. ഒന്ന്, ഞാനൊരു ടീച്ചർ ആണോ? ആം ഐ എ ടീച്ചർ? എന്താ ചെയ്തേ? ഓക്സിലറി വേർബിനെ നമ്മൾ ആദ്യം ഇട്ടു, ഐനെ രണ്ടാമതിട്ടു. അത് എല്ലായിടത്തും അങ്ങനെ തന്നെ. ഇനി ഇത് മാത്രമല്ല, എപ്പോഴും നമ്മൾ ചോദ്യമാക്കുമ്പോൾ ആ സെന്റൻസ് ഉണ്ടല്ലോ, തന്നേക്കുന്ന സെന്റൻസ് ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചർ ആണ്, അതിൽ വരുന്ന രണ്ടാമത്തത് ഓക്സിലറി ആയിരിക്കും. ഐ കഴിഞ്ഞിട്ട് വരുന്നത് ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, ഷപ്ന, വാട്ട് എവർ ഇറ്റ് ഈസ്. ഏത് പ്രൊനൗൺസ് ആണെങ്കിലും സബ്ജക്ട്സ് ആണെങ്കിലും അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് വരുന്നതിന് നേരെ തിരിച്ച് ഒന്നാമതാക്കിയിട്ട്, അപ്പൊ എന്തായി? ഓൾറെഡി വന്നിട്ടുള്ള ഒന്നാമത്തെ വേർഡ്, അതായത് സബ്ജക്റ്റ് രണ്ടാമത് വരും അല്ലെ? അത് ഒന്നങ്ങോട്ട് തിരിച്ചിട്ട സംഗതി ക്ലിയർ. എന്തായി? ചോദ്യമായി. ഐ ആം എന്നുള്ളത് ആം ഐ, യു ആർ യു. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അങ്ങനെ പറയുന്നേ ഉള്ളൂ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഐ ആം ഞാനാണ്, ആം ഐ ഞാനാണോ, യു ആർ നീയാണ്, ആർ യു നീയാണോ. തിരിച്ചാ മതി, ഒന്നങ്ങ് തിരിച്ചാ ചോദ്യമായി. ദേ ആർ അവരാണ്, ആർ ദേ അവരാണോ, വി ആർ ഞങ്ങളാണ്, ആർ വി ഞങ്ങളാണോ. തിരിക്കുക, അത്രേ ഉള്ളൂ. ഹി ഈസ് അവനാണ്, ഈസ് ഹി അവനാണോ. ഷീ ഈസ് അവളാണ്, ഈസ് ഷീ അവളാണോ. ഇറ്റ് ഈസ് അതാണ്, ഇതാണ് എന്നൊക്കെ പറയാം. അത് തിരിക്കുമ്പോൾ ഈസ് ഇറ്റ്, ഇത് നമ്മൾ കുറേ അധികം കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈസ് ഇറ്റ് അതാണോ ഇതാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈസ് ഇറ്റ്. അങ്ങനെ. ഇനി ഷപ്ന ഈസ് ഷപ്നയാണ്, ഷപ്നയാണോ എന്ന് ചോദിക്കാൻ ഈസ് ഷപ്ന. പിന്നെ ബാക്കി എന്ത് പറയാനുണ്ടെങ്കിലും അതിന് ശേഷം പറയുക, അത്രയേ ഉള്ളൂ. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ബാക്കി വലിയ സെന്റൻസ് ആയിട്ട് ആലോചിക്കേണ്ട. പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ, അതിന്റെ ബേസിക്സ് മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ചെറിയൊരു സൂത്രപ്പണി ഉണ്ടാവും. അത് മാത്രം ക്ലിക്കായ ബാക്കിയൊക്കെ സെറ്റാണ്. അതായത് ഐ ആം ഐ ആകുന്നു, യു ആർ യു ആകുന്നു. തിരിച്ചാ മതി, അപ്പൊ ചോദ്യമായി എന്ന് മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് വാസിന്റെ ഏരിയയിലേക്ക് നോക്കാം. വാസും വേറും ആയപ്പോ എങ്ങനെയായിരുന്നു? ഐ വാസ് ഞാനായിരുന്നു. ചോദ്യമാക്കുമ്പോ ഞാൻ ആയിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ നേരെ തിരിക്കുക, വാസ് ഐ. അങ്ങനെ. പിന്നെ ഹി വാസ് അവനായിരുന്നു, വാസ് ഹി അവനായിരുന്നോ, അങ്ങനെ വരും. ഷീ വാസ് അവളായിരുന്നു, വാസ് ഷീ അവളായിരുന്നോ എന്ന് വരും.
ഇറ്റ് വാസ് അതായിരുന്നു, ഇതായിരുന്നു എന്നാണ്. അത് തിരിക്കുമ്പോൾ വാസ് ഇറ്റ്, ഇതായിരുന്നോ അതായിരുന്നോ എന്ന് തിരിയും, ചോദിക്കാം. ഇനി വേറിന്റെ അടുത്തേക്ക് പോവാം. യു വേർ, നീ ആയിരുന്നു, നിങ്ങളായിരുന്നു എന്നൊക്കെ പറയാനാണ്. നേരെ തിരിക്കുമ്പോൾ വേർ യു, നിങ്ങളായിരുന്നോ, നീ ആയിരുന്നോ, അങ്ങനെ ചോദ്യമാകും. അതുപോലെ തന്നെ ദേ വേർ, അവരായിരുന്നു. തിരിക്കുമ്പോ വേർ ദേ, അവരായിരുന്നോ. വി വേർ, ഞങ്ങളായിരുന്നു. തിരിക്കുമ്പോ ചോദ്യമാക്കുമ്പോഴത്തേക്ക് വേർ വി, ഞങ്ങളായിരുന്നോ, അങ്ങനെ വരും. ഓക്കെ, ഇപ്പൊ ഷപ്ന ആയിരുന്നെങ്കിൽ ഷപ്ന വോസ് ആണ്, ഷപ്ന ആയിരുന്നു. അപ്പോ വോസ് ഷപ്ന, ഷപ്ന ആയിരുന്നോ, തിരിക്കുക. ഈസ്, ആം, ആർ, വോസ്, വേർ, വിൽ ബി ഒക്കെ വന്നാലും ഇതിനെ നേരെ തിരിച്ചിട്ടിട്ടാൽ, ആദ്യം അതിനെ കൊണ്ടുവന്ന് ഓക്സിലറി ഫസ്റ്റ് ഇട്ടാ ചോദ്യമായി, സബ്ജക്റ്റ് ഫസ്റ്റ് ഇട്ടാ ഉത്തരമായി, അല്ലെങ്കിൽ സെന്റൻസ് ആയി. ഓക്കെ, അങ്ങനെ. ഇനി വിൽ ബിയും കൂടെ നോക്കാം. അതുകൂടി ആയാൽ ഓക്കെ ആണ്. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, വിൽ ബി എന്ന് പറഞ്ഞാൽ ആകും എന്നായിരുന്നു. വിൽ നോട്ട് ബി അല്ലെങ്കിൽ വോണ്ട് ബി എന്ന് പറഞ്ഞാൽ ആവില്ല. ഓക്കെ, ഇനി ആകുമോ, അങ്ങനെയാണല്ലോ ചോദിക്കുക. ചോദ്യമാകുമ്പോ അങ്ങനെയല്ല വരാ, ആകുമോ, ആവുമോ എന്നൊക്കെയാണ് അല്ല. വിൽ ഞാൻ പറഞ്ഞിരുന്നു, രണ്ട് ഓക്സിലറി ചോദ്യമാകുമ്പോൾ അടുപ്പിച്ച് വരില്ല. നെഗറ്റീവ് സെൻസ് നോട്ട് വരുമ്പോഴും അടുപ്പിച്ച് വരില്ല. അപ്പോ വിൽ ഐ ബി, വിൽ ഐ ആകുമ്പോൾ ഞാനാകുമോ, വിൽ ഐ ബി. കണ്ടോ, ഐനെ കൊണ്ടുപോയി ഇടയെ കൊണ്ടുപോയി ഇട്ടു. നോട്ടിനെ നമ്മൾ നേരത്തെ വെച്ച പോലെ. വിൽ ഐ ബി, ഞാനാകുമോ. വിൽ യു ബി, നീ ആകുമോ. വിൽ ഹി ബി, അവനാകുമോ. വിൽ ഷി ബി, അവളാകുമോ. വിൽ ഇറ്റ് ബി, അതാകുമോ, ഇതാകുമോ, അങ്ങനെ. വിൽ ഹി ബി, വിൽ ഷി ബി, വിൽ ഇറ്റ് ബി, വിൽ ഷപ്ന ബി, അങ്ങനെ. അതായത് വില്ലിനെയും ബീനെയും ഒരുമിച്ച് വെക്കാം. അത് എന്താ പറയുന്നത്, പോസിറ്റീവ് സെന്റൻസ് ആകുന്നെങ്കിൽ. അതായത് ഐ വിൽ ബി എ ടീച്ചർ, ഞാനൊരു ടീച്ചർ ആകും, അത് പറയുമ്പോൾ കുഴപ്പമില്ല. എന്നാൽ നോട്ട് ചേർക്കുമ്പോഴും ക്വസ്റ്റ്യൻ ആക്കുമ്പോഴും വില്ല് കഴിഞ്ഞാൽ ഇടയിൽ നോട്ട് ഇട്ട് കൊടുക്കണം. നെഗറ്റീവ് ആണെങ്കിൽ വിൽ നോട്ട് ബി, ഞാൻ ഐ വിൽ നോട്ട് ബി, അങ്ങനെ വരണം. ചോദ്യമാകുന്ന സമയത്തും ഈ പറഞ്ഞത് മാതിരി ഐ, യു, ദേ, വി, ഹി, ഷി, ഇറ്റ്, ഷപ്ന എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റ് ഉണ്ടല്ലോ, അതിനെ സെന്ററിൽ കൊടുത്തിട്ട് വില്ലിന് ഒരാളെ വലതും ഒരാളെ ഇടതും കൊണ്ടുപോയിട്ട് വെക്കുക. വിൽ ഫസ്റ്റ് കൊടുക്കുക, പിന്നെ അയ്യോ ദേവി ഏതാണോ വെച്ചാൽ അത് വയ്ക്കുക, പിന്നെ തേർഡ് പൊസിഷനിൽ നിൽക്കേണ്ടതാണ് ബി. അങ്ങനെ. വോണ്ട് ആണെങ്കിലും അങ്ങനെ തന്നെ. വോണ്ട് ഹി ബി, അവനാകില്ലേ, അങ്ങനെയും ചോദിക്കേണ്ടി വരുള്ളൂ. ആകുമോ എന്ന് ചോദിക്കാം നമ്മൾക്ക് ചോദ്യമായിട്ട്. ആവില്ലേന്നും ചോദിക്കാം അല്ലെ. അവനൊരു അധ്യാപകൻ ആകില്ലേ, ആവില്ലേ അല്ലെ. വോണ്ട് ഹി ബി എ ടീച്ചർ, വോണ്ട് ഹി ബി എ ടീച്ചർ, അങ്ങനെ. കൂടുതൽ കൺഫ്യൂസ്ഡ് ആകണ്ട, എഴുതി വെച്ചിട്ട് നോക്കാം, പറഞ്ഞു നോക്കാം, വീഡിയോ ഒന്നുകൂടെ വാച്ച് ചെയ്ത് നോക്കാം. അധികം വൈകാതെ ഞാൻ ഷപ്ന ഷാരൂഖ്സ് മാജിക് ഇംഗ്ലീഷിന്റെ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ആരെങ്കിലും കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, വേണമെങ്കിൽ എക്സാമ്പിൾസ് പറഞ്ഞു നോക്കാം, നമുക്ക് കറക്റ്റ് ചെയ്യാം, റെസ്പോണ്ട് ചെയ്യുവാണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ today's class is over. Thank you for supporting. Thank you for listening. Okay, bye. Have a nice time. Good night.